ഹായ്, ഞങ്ങൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത് ജയ്ത്തൂൻ ഇന്റർനാഷണൽ ഗേൾസ് ക്യാമ്പസിലാണ്. ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസും കൃത്യമായ മാനേജ്മെന്റ് സിസ്റ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഉത്തരവാദിത്വം സ്നോബൽ ടെക്നോളജീസ് വളരെ ഭംഗിയായി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മളെ ക്യാമ്പസിലെ മാനേജറാണ് മിസ്റ്റർ മുജ്തബ സർ. ഹലോ, എന്തൊക്കെയുണ്ട് നമ്മളെ ക്യാമ്പസിലെ വിശേഷങ്ങളൊക്കെ? ക്യാമ്പസ് 2026 അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ പ്രോസസ്സിംഗിലാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഏകദേശം അടുത്ത മാസത്തോട് കൂടിയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് കറന്റ് കോഴ്സുകളൊക്കെ ഉള്ളത്? ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന +1 മാത്രമാണ്. ഇതുകൊണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളോട് കൂടിയിട്ട് ഗോയിങ് ബാച്ചിൽ തന്നെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്ന രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അക്കാഡമിക് ഏരിയ ഒക്കെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത് +1 മാത്രമാണ്. ഇനി ഈ വരുന്ന വർഷം വളരെ കുറച്ച് അധികം പ്രസൻസോട് കൂടിയിട്ടാണ് വരുന്നത്. ZBS എന്ന് പറയുന്നത് ജയ്ത്തൂൺ ബിസിനസ് സ്കൂളാണ്. BBA പ്രോഗ്രാമാണ്, ഇന്റർനാഷണൽ BBA പ്രോഗ്രാമോട് കൂടിയിട്ട് വരുന്ന ഒരു കോഴ്സാണ്. 2 വർഷം ക്യാമ്പസിൻ്റെ അകത്ത് പഠിക്കുകയും 3-ാമത്തെ വർഷം വിദേശത്ത് പോയി പഠിക്കുകയും ചെയ്യുന്ന ACCA പോലുള്ള കോഴ്സുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ കോഴ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേവലം 10 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ജോലിയിലേക്ക് വെബ് ഡെവലപ്പർ, വെബ് എഞ്ചിനീയർ ആവാം എന്നുള്ള രൂപത്തിലാണ് ആ കോഴ്സിന്റെ ഒരു ഘടന പോകുന്നത്. പിന്നെ ഈ വർഷം ഇവിടെ ഡേ സ്കൂളിംഗ് ZSC എന്ന് പറയും, ജയ്ത്തൂൺ സ്കൂൾ ഓഫ് എക്സലൻസ് എന്നാണ്. അതിൽ LKG മുതൽ 5ാം ക്ലാസ് വരെയാണ് കോഴ്സ് ഇപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജയ്ത്തൂൺ ഇന്റർനാഷണൽ കോളേജ് ഇപ്പൊ എവിടെയൊക്കെ വരുന്നുണ്ട്? ഇത് 3ാമത്തെ ക്യാമ്പസ് ആണ്. ആദ്യത്തെ ക്യാമ്പസ് കോട്ടക്കലായിരുന്നു. ഇപ്പൊ അത് പാങ് ചേണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 1200ഓളം സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ബോയ്സ് ക്യാമ്പസ് ആണ്. ഇവിടെ 3ാമത്തെ ക്യാമ്പസ്. ഇത് ലേഡീസ് ഓൺലി ആണ്, ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്. റെസിഡൻഷ്യൽ ആയിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളും ലേഡീസ് ഓൺലി ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്നോബലായിട്ട് കണക്ട് ആയത്? നിലവിൽ 2024 അക്കാഡമിക് ഇയറിൽ ജയ്ത്തൂണിന്റെ ഒരു വലിയ ഒരു ഏരിയയിലേക്ക് കടക്കണ്ടായി. IT ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഡിജിറ്റലി ടാബ് സംവിധാനങ്ങളും പാരന്റ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല രൂപത്തിൽ ടെക്നോളജി ബേസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഇവിടെ ക്യാമ്പസിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ അറിവുകൾ ഇല്ലായ്മയും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടായി. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്താന്നുള്ളത് ഒരു ടീമിനോട് ഡിസ്കസ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഒരു പ്രയാസകരമായിട്ടുള്ള സാധനമായിരുന്നു. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടില്ല. അപ്പൊ പാങ് ക്യാമ്പസിൽ ഈ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തു. അതിന്റെ ശേഷം ഇവിടെ കണ്ണൂരിലേക്ക് വന്നു. കണ്ണൂർ പയ്യന്നൂർ ക്യാമ്പസിലേക്ക് ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇത് ആരോട് എങ്ങനെ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ഒരു ഡ്രീം എന്താന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് ഒരു 2-3 ടീമിന്റെ അടുത്ത് നിന്നൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊട്ടേഷനൊക്കെ എടുത്തു. അതിന്റെ ശേഷമാണ് സ്നോബലിൽ നമ്മുടെ മുന്നിലേക്ക് കുറച്ച് കൂടുതൽ സ്ട്രാറ്റജിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം മനസ്സിലാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ ഒരു റിസോർട്ട് ടൈപ്പ് ക്യാമ്പസ് ആണ്. ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. വലിയ ഒരു കാണാൻ തന്നെ വളരെ ഒരു ബ്യൂട്ടിയോട് കൂടിയിട്ട് പോകുന്നത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ തന്നെ പൂളും കാര്യങ്ങളൊക്കെ. അതെ, പൂള്, ജിമ്മ്, പിന്നെ ഇൻഡോർ പ്ലേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് എങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ വളരെ ഒരു സ്ട്രെസ് റിലീസ് ആയിട്ട് പോവാം എന്നുള്ളതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് പാരന്റ്സിന് കോൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ടാബിലൂടെയൊക്കെ കുറച്ചധികം ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആക്കണം എന്നുള്ള തോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളിൽ ഇത് അവൈലബിൾ ആക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ കുട്ടികൾക്ക് കിട്ടില്ലേ, അതേപോലെ അവർക്ക് സെപ്പറേറ്റ് പുറത്ത് ആരുമായിട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരുപാട് ദുരുപയോഗ സാധ്യതകൾ, ഇതൊക്കെ കണ്ടപ്പോൾ ഇത് എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ഫ്യൂഷന്റെ MDM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, ഫയർവാൾ ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് മുഴുവൻ എല്ലാ ക്യാമ്പസിലും മുഴുവനും പിന്നെ വൈഫൈ അവൈലബിൾ ആക്കിയിട്ട് ഇതിലൂടെ ബ്ലോക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഇതിലേക്ക് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഒരാളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻസ് ആയിട്ട് കിട്ടിയത് സ്നോബലായിട്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളെ കൺസൾട്ടേഷന്റെ സമയത്ത് അവരെ കൺസൾട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ലാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്ത് എന്ന് വെച്ചാൽ ഈ ക്യാമ്പസിന്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് തന്നെ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഫിനിഷിങ്ങിലേക്ക് ചെയ്യേണ്ടത് ഓൾറെഡി വയറിങ്ങിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ്. ക്യാമ്പസ് മുഴുവനായിട്ടും സീലിംഗ് കംപ്ലീറ്റ് ചെയ്തതായതുകൊണ്ട് പിന്നീട് ഒരു വയറിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ നെറ്റ്വർക്ക് ടീമുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ പ്ലാന് ഡെവലപ്പ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ചുരുക്കി പറഞ്ഞ ഒരു 2.5 വർഷം മുമ്പ് തന്നെ നെറ്റ്വർക്ക് ടീമുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏകദേശം 1.5 വർഷത്തോളം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ സമയം എടുത്തെങ്കിലും അത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു സാധനവും ഡെവലപ്പിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ആ ഒരു സമയത്ത് ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ
ഇതിന്റെ കൺസെപ്റ്റാണ് ഇത് പറയാൻ സാധിക്കുക. നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത സൊല്യൂഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സൊല്യൂഷൻ എന്താണ്? അങ്ങനെ ചോദിച്ചാലേ നമ്മുടെ ഒരു സിസ്റ്റം ഒന്നിനൊന്ന് ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ഇപ്പോൾ 2026 വന്നപ്പോൾ ക്യാമ്പസ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ERP വരും. അപ്പോൾ ഓരോ സാധനങ്ങളും ERP എത്തിപ്പെടുന്നത്. ഫയർവാളിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒരു ആദ്യം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് അനാവശ്യ സൈറ്റുകളോ സോഷ്യൽ മീഡിയകളോ ഒന്നും കിട്ടാൻ പാടില്ല. അതേപോലെ തന്നെ ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഒരു സെക്യൂരിറ്റിയോട് കൂടിയിട്ട് കടന്നു പോകണം എന്നുള്ള ചിന്തയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ക്യാമ്പസിൽ മുഴുവൻ CCTV സർവൈലൻസ് വരെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടിംഗ് വരുന്നത് അടക്കം ERP ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന രൂപത്തിലേക്കൊക്കെ ആയി മാറി. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ചിലപ്പോൾ ഇന്ത്യയിൽ വേറെ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ അതിൽ വരുന്ന പോരായ്മകളൊക്കെ ഇപ്പം നേരിടുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പറ്റാവുന്ന രൂപത്തിൽ കുറച്ചും കൂടിയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിസ്കഷൻസ് നടക്കുന്നു. ഡിസ്കഷൻസിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്ഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മളിപ്പോൾ ബെല്ല് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂമിൽ, ടൈം മാനേജ്മെന്റ്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബെൽ ഓട്ടോമേഷന്റെ ഒരു കൺസെപ്റ്റ് ശരിക്ക് നിങ്ങളെ സ്നോബെല്ലിന്റെ മുന്നിൽ വെച്ചപ്പോൾ ഒരു നല്ല ആശയം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുവെ സ്കൂളുകളിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊരു മാനുവൽ ബെല്ലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. മാനുവൽ ബെല്ല് മീൻസ് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ സ്പീക്കറിലൂടെയൊക്കെ ബെല്ലടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വേവുകൾ കുട്ടികൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പരസ്പരം ക്യാബിനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാൻഡ് സ്ട്രീമിന്റെ ഇന്റർകോം വഴി തന്നെ ബെൽ സിസ്റ്റം കൂടി കൊണ്ടുവരാം എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കത് ഓക്കെയാണ് എന്നുള്ള ഒരു രൂപത്തിലേക്ക് എത്തി. അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. ലാസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് ഒന്നും കൂടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്നോബെല്ലിനെ മറ്റ് സ്ഥാപനങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള നമ്മളെ സ്നോബെല്ലിന്റെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആയിട്ട് എന്താ നിങ്ങൾ കാണുന്നത്? ക്വാളിറ്റി നമ്മൾ പല കാര്യങ്ങളിൽ അളക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കൊട്ടേഷൻ നല്ലൊരു എമൗണ്ടിൽ, വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ തരുക എന്നുള്ളത് മാത്രമല്ല. ഒരു പക്ഷേ നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ ചിലപ്പം കൊട്ടേഷനിലൂടെയൊക്കെ ആയിരിക്കും അളക്കാൻ കഴിയുക. പിന്നെ ഫീഡ്ബാക്കുകൾ എടുക്കുക എന്നുള്ളതായിരിക്കും. ഒരു വർക്കിന് ശേഷമായിരിക്കും അയാളുടെ ക്വാളിറ്റി പൂർണ്ണമായിട്ടും നമുക്കൊന്ന് ഫീഡ്ബാക്കോട് കൂടിയിട്ട് പറയാൻ സാധിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആ ഒരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരുത്തി പറയേണ്ട സിറ്റുവേഷനിലേക്ക് അങ്ങനെയല്ല. കൃത്യമായിട്ടും നമ്മൾ പറയുന്നത് പേപ്പർ വർക്കിൽ ഡോക്യുമെൻറ്റഡ് ആക്കിയിട്ട് തന്നെ മുഴുവനായിട്ടും പിന്നീട് ആ ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു പ്രൊഫഷണലിസം ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാൾക്കും ഈ ഒരു വിശ്വാസയോഗ്യത തന്നെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇപ്പം നിലവിൽ നമ്മളൊരു വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നിലവിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന IT ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഓക്കെയാണ് നിലവിൽ. ഇനിയിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസും ഒരു കാലാവധി അവസാനിക്കുന്ന സമയത്ത് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നല്ലൊരു ബന്ധമായിട്ട് തന്നെ തുടരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഇനി തുടർന്നുള്ള സമയങ്ങളിലും നമ്മളോട് ലയിച്ച് തന്നെ വളരെ രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു ക്വാളിറ്റിയും ഈ ഒരു പ്രൊഫഷണലിസമൊക്കെ ഒന്നും തുടർന്ന് പോകാനും നമ്മളെ സംബന്ധിച്ച് പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ അത് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മളും കൂടുതൽ പഠിക്കാനും അതിൻ്റെ അപ്പുറത്തേക്ക് ആ പഠനത്തെ ഉയർത്തി കൊണ്ടുവന്ന് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതും കൂടെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പോകാൻ സാധിക്കട്ടെ. താങ്ക് യു.